ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. യുവജനങ്ങൾ ഈശോയിൽ നിന്ന്, സഭയിൽ നിന്ന് അകലെയാണെന്ന് നമ്മളൊക്കെ പറയുന്നൊരു കാലത്ത് താല്പര്യത്തോടെ ഈ കുഞ്ഞുങ്ങൾ വന്ന് ഈ ധ്യാനം നടത്തി. ചിലരെയൊക്കെ അപ്പനമ്മമാർ നിർബന്ധിച്ച് വിട്ടവരുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അവർ പറയുന്നു, ഞങ്ങൾ ഈശോയുടെ കൂടെയാണ്, ഞങ്ങൾ തിരുസഭയുടെ കൂടെയാണ് എന്ന് പറയുന്നു. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. തങ്ങളുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്നൊരു ഗോലിയാത്തിനെ നേരിടാൻ അവര് കരുത്താർജിക്കുന്നത് ഞങ്ങൾ കണ്ടു. ദാവീദിന് ജോനാഥൻ എന്ന പോലെ പരസ്പരം ഒരു സൗഹൃദം, നല്ല സൗഹൃദങ്ങൾ വളർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങൾ അവർ ബിൽഡ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ പ്രഘോഷിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു, അവർ അഭിമാനത്തോടെ. സന്തോഷമാണ് ഇങ്ങനൊരു കാഴ്ച. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈശോയിലേക്ക്, സഭയിലേക്ക് ഇനിയും ചേർത്ത് പിടിക്കാം. ഉടനെ വരുന്ന ധ്യാനം, നാളെ തന്നെ വരുന്നത്, അതായത് ഓഗസ്റ്റ് 20 ആരംഭിക്കുന്നത് പോൾ റിട്രീറ്റ് ആണ്, പ്രബോധന ധ്യാനമാണ്. വലിയ സന്തോഷം. ദൈവം നമ്മുടെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ ഇടപെടുന്നതിനെ ഓർത്ത് തുടർന്നും നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ കണ്ടുമുട്ടുകയും ബലപ്പെടുത്തുകയും ചെയ്യാം.